ഇന്നലെ വളരെ വേദനയോടുകൂടിയാണ് ഞാൻ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ വി എസ് സുജിത്തിന്റെ പോലീസുകാർ മർദ്ദിക്കുന്ന ദൃശ്യം കണ്ടത്. മനസാക്ഷിയുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. നമുക്കൊക്കെ മക്കളുള്ളതാണ്. ഒരു കുട്ടിയെ ഒരു കാരണവുമില്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്നുള്ളത് കൊണ്ട് പിടിച്ചുകൊണ്ട് പോയി വഴിയിൽ വെച്ചും വാനിൽ വെച്ചും അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ വെച്ചും ഇത്രയും ഭീകരമായ മർദ്ദനം നടത്തിയിട്ട് ആ കുട്ടി 2022 മുതൽ ഇതിനെതിരെ നിയമ പോരാട്ടം നടത്തി. ആ നിയമ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ദൃശ്യങ്ങൾ വരെ പുറത്തു വന്നത്. കേരള പോലീസിന് ഇത് ഭൂഷണമാണോ? മുഖ്യമന്ത്രി മറുപടി പറയേണ്ട സന്ദർഭമാണ്. തന്നെയുമല്ല, ഈ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പോലീസിന്റെ ഉന്നത തലത്തിൽ നടത്തി എന്നുള്ളതും എത്ര ക്രൂരമായ ഒരു നടപടിയാണ്. നമുക്കൊക്കെ കുട്ടികളുള്ളതാണ്. ഇങ്ങനെ ഒരു കുട്ടിയെ അടിച്ച് അവൻ കേൾവി ശക്തി പോലും നഷ്ടപ്പെടുത്തിയ ഈ സംഭവം കേരള ജനത ഒരുമിച്ച് നിന്ന് ശക്തമായി അപലപിക്കുന്നു എന്നുള്ളതാണ് സത്യം. പോലീസ് സ്റ്റേഷനുകൾ ഇങ്ങനെ ഇടിമുറികൾ സൃഷ്ടിക്കുകയും രാഷ്ട്രീയ എതിരാളികളെ പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമാണ്? കേരള പോലീസിന് എന്ത് പറ്റി? ആരാണ് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത്? അപ്പൊ ഇതൊരു ദൃശ്യം പുറത്തു വന്നതോടുകൂടിയാണ് വസ്തുതകൾ വ്യക്തമായത്. ഇതുപോലെ കേരളത്തിലെ പല സ്ഥലങ്ങളിലും പാവപ്പെട്ട ആളുകളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നു എന്ന പരാതിയുണ്ട്. ധാരാളം പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഈ സുജിത്ത് വലിയ തോതിലുള്ള പരിശ്രമം നടത്തി നിയമപരമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത് പുറത്തു വന്നത്. അപ്പൊ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ആകുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. അങ്ങനെ ആകാൻ പാടില്ല. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേക നിർദ്ദേശങ്ങൾ പോലീസിനുള്ളതാണ്, പോലീസ് മാനുവലിലുള്ളതാണ്, പോലീസ് ആക്ടിലുള്ളതാണ്. ഇത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ സംരക്ഷിച്ച നടപടിയാണ് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ളത്.